ചേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. മാർച്ചിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരും എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് കരുതുന്ന ഭൂരിഭാഗം വേറൊരു ആൾക്കാരും ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും LDF പ്രതിരോധത്തിലാണ്. അവർക്കൊരു ഭയമുണ്ട്. കാരണം അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമ്മി മുക്ത ഭാരതം എന്ന രീതിയിലേക്ക് നമ്മുടെ ഭാരതം വരും. പിന്നെ ഒരു സ്ഥലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു അഴുക്കുമൂട്ട അവശേഷിക്കുന്നില്ല. ത്രിപുരയിൽ നിന്ന് പോയി, വെസ്റ്റ് ബംഗാളിൽ പോയി, ഇവിടെ ഒന്നും തിരിച്ചു വരാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇനിയിപ്പോ കേരളത്തിലാണുള്ളത്. കേരളത്തിൽ നിന്നും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളുമില്ല. അത് ഈ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. അതവരെ വലുതായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ മൂന്നാമതും തിരിച്ചു വരാനായിട്ടുള്ള മാക്സിമം വലിയ പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അവര് നടത്തുന്നു എന്ന് പറയുമ്പോഴും അവരുടെ ആയുധം എന്ന് പറയുന്നത് കുറച്ച് മൂർച്ചയുള്ള ആയുധമാണ്, ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ LDF ശക്തമായി ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് എന്നിങ്ങനെയുള്ള പാർട്ടികളെ കടന്നാക്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ഞാൻ കടന്നാക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും അങ്ങനെ മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് പറഞ്ഞ് അവരാക്രമിക്കുന്നില്ലല്ലോ. ഇല്ല, ആക്രമിക്കുന്നില്ല. പക്ഷേ LDFന്റെ എന്താ പറയാ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരും, പല സമുദായ നേതാക്കളും മുസ്ലിം ലീഗിനെ പേരെടുത്ത് പറഞ്ഞും വളരെ രൂക്ഷമായും കടന്നാക്രമിക്കുന്നുണ്ട്. പിന്നെ LDF അങ്ങനെ ആക്രമിക്കാത്ത കാര്യം, രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളില്ല. നാളെ മുസ്ലിം ലീഗ് ഇവരുടെ കൂടെ വന്നാലോ എന്നുള്ള ഒരു തോട്ട് ഇപ്പോഴും അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. ഇപ്പോ ഉണ്ടായിരിക്കും നമ്മുടെ AK ബാലനൊക്കെ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതിനുശേഷം അത് വലിയ വിവാദമായെന്നല്ല, വിവാദമാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രസ്താവന എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഈമാനുള്ള കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ഇതിന്റെ പേരിൽ, അതായത് ഇങ്ങനെ ഇത് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ ജയിലിൽ കിടന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഖുർആൻ വായിച്ച് തീർക്കും ജയിലിൽ കടന്നുകൊണ്ട്. അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രീണനം, ഒരു മതപ്രീണനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖുർആൻ വായിച്ച് തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തുന്നു. പക്ഷെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കോളിളക്കം സംഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNDPയും NSSും ഒന്നിക്കുന്നു. നമ്മുടെ സുകുമാരൻ നായർ ഇന്ന് വെള്ളാപ്പള്ളിക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളാണ് ഞങ്ങൾ ഒന്നിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ ചോദിക്കുന്നത്. ഒന്നിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഹൈന്ദവ ഏകീകരണമാണ് LDF ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പുറത്ത് UDF ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, PDP പോലുള്ള സകല വർഗീയ ശക്തികളെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ചേരി ഇങ്ങനെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ഒക്കെ മുങ്ങി. ഇപ്പൊ തന്നെ ബിജുട്ടൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, തിരുവനന്തപുരത്ത് തന്നെ UDF എന്ന് പറയുന്ന കൗൺസിലർമാർ മത്സരിക്കുമ്പോൾ ചിഹ്നം കൈപ്പത്തിയൊന്നുമില്ല. കോണി, പിന്നെ ഗ്യാസൂറ്റി, ഇതിലൊക്കെയാണ് മത്സരിക്കുന്നത്. സീരിയസ്ലി. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, കൈപ്പത്തിയല്ല, കോണി, ഗ്യാസ് കുറ്റി, ഗ്യാസ് സ്റ്റൗ, ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഏത് ചിഹ്നം നമ്മളിങ്ങനെ വിചാരിക്കും. അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിഭീകരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് UDFിലുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ LDF പറയുന്നതിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ SNDPയും NSSും ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷെ അവരൊന്നിക്കുന്നത് കൊണ്ട് കാര്യം, നേരത്തെയും അവരൊന്നിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? LDFന്റെ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ വർക്കൗട്ട് ആവുമോ? അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഇപ്പോഴും സമുദായ നേതാക്കന്മാർക്കൊക്കെ ശക്തിയുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബേസിക്കലി ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന ബേസിക് ചോദ്യം ഇതാണ്. അതായത് സമുദായ നേതാക്കളോ, എന്ത് സമുദായ നേതാക്കൾ, ഇവർക്കൊക്കെ ശക്തിയുണ്ടോ? ഇവർ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ജെൻസി ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ പരമപുച്ഛമാണ് ഇവർക്ക് സമുദായ നേതാക്കളോടൊക്കെ. അപ്പൊ അതിനും കൂടെ എനിക്കൊരു മറുപടി വേണം. എങ്ങനെ കാണുന്നു ഈ കൂട്ടുകെട്ടിനെ? ധനുഷ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതിപ്പം ഒരു പുതിയ സംഭവമൊന്നുമില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഴയ നാടകം തന്നെയാണ്. അതായത് പുതിയതായിട്ട് ഒന്നും നമുക്ക് തോന്നുന്നില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ളത് 1950കളില് ശ്രീ ആർ ശങ്കർ, മന്നത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ച് വളരെ ശക്തമായി മുൻപോട്ട് പോയപ്പോൾ അതിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തുരങ്കം വെച്ച് അതിനെ രണ്ടും രണ്ടാക്കി, ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കാത്ത വിധം രണ്ട് ശത്രുക്കളാക്കി. ഒടുവിൽ മന്നവൻ ശങ്കറും പിന്നീട് ആത്മകഥം പറയുകയുണ്ടായി, ഞങ്ങളെ അകറ്റുകയായിരുന്നു. ഞങ്ങൾ അന്ന് അത് ഒന്നിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മറിഞ്ഞാന്. ഒരുപക്ഷെ ഇന്നിപ്പോ BV രാജേഷ് 2026
ഇരിക്കുന്നതിന് പകരം ഒരുപക്ഷെ ഈ കോർപ്പറേഷൻ ആകുന്ന സമയം മുതലേ തന്നെ ഹിന്ദു മഹാമണ്ഡലം ഇല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ തിരുവനന്തപുരത്ത് കുറഞ്ഞ പക്ഷം തിരുവനന്തപുരത്തെങ്കിലും ഇരുന്നേ. പിന്നീട് അത് രണ്ടും രണ്ടാകുകയും ശ്രീ മന്നത്ത് പത്മനാഭൻ തിരികൊളുത്തിക്കൊണ്ട് നായർ ക്രിസ്ത്യന്റെ ഒരു പാർട്ടി രൂപീകൃതമാകുകയും കേരള കോൺഗ്രസ് രൂപീകൃതമാകുന്ന മന്നം കൊളുത്തിയ ആ ഒരു നിലവിളക്കിലൂടെയാണ് അങ്ങനെ വരികയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം 2007 ശ്രീമാൻ നാരായണ പണിക്കരും, അതായത് NSSന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹവും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഐക്യം രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് 2007 അത് ആരംഭിക്കുകയും, പക്ഷെ അതിനും അധികം ആയുസ്സുണ്ടായില്ല. സംവരണം പോലുള്ള വിഷയങ്ങളിൽ, സംവരണമാണ് ഇവർ തമ്മിലുള്ള അടുക്കുന്നതിന് ഒരു പ്രധാന വിഷയം. അന്ന് ഇവർ അകലുകയും വെള്ളാപ്പള്ളി അതിരൂക്ഷമായി തന്നെ NSSനെ വിമർശിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുസ്ലിം ലീഗും SNDPയും അടക്കം വന്ന് സംവരണത്തിന് വേണ്ടി വലിയ പ്രക്ഷോഭം നടക്കുകയും അങ്ങനെ ഇവര് വീണ്ടും ഏതാണ്ട് 2010 ഒക്കെ കാലഘട്ടമായപ്പോൾ തന്നെ ഇവർ വലിയ രീതിയിൽ തന്നെ അകന്നു തുടങ്ങി. നമുക്കറിയാം ആ ഒരു സംഗമ സമയത്ത് ഇവർ സംയുക്തമായി തന്നെ സമ്മേളനങ്ങളും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു. SNDPയുടെ സമ്മേളനങ്ങൾ, ഈ രണ്ട് സമ്മേളനങ്ങളിൽ ഇവർ രാമലക്ഷ്മണന്മാരെ പോലെ നിൽക്കുന്ന ചിത്രങ്ങൾ, ഫ്ലക്സും ഒക്കെ വെച്ചിരുന്ന ഒരു കട്ടൗട്ടർ ഒക്കെ വെച്ചിരുന്ന ഒരു സമയമുണ്ടായി. അതിനുശേഷം പിന്നീട് അത് അധിക ദൂരം പോയില്ല. പിന്നീട് സുകുമാരൻ നായരുമായിട്ട് ഒന്നിക്കുവാൻ ഒരു ശ്രമം നടത്തി. കളിച്ചോളങ്ങര സുകുമാരൻ നായർ എത്തി. അങ്ങനെ പോയി. അതിനുശേഷം ഇത് അതായത് നാരായണ പണിക്കര് തുടങ്ങി വെച്ചത് സുകുമാരൻ നായരിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് പുഷ്പിച്ചു, ഒന്ന് ശക്തമായി ഈ സാധനം. പക്ഷെ അത് മുമ്പോട്ട് പോയില്ല. കാരണം ഈ രണ്ടും ഏതാണ്ട് രണ്ട് തരത്തിൽ പറഞ്ഞാലും ഒരേ കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഈ വായി വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു ക്യാരക്ടറാണ് വെള്ളാപ്പള്ളി നടേശനെങ്കിൽ, സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ അറുത്തു മുറിച്ച്, അതായത് എന്താണ്, വളരെ റഫായിട്ടും റൂഡായിട്ടും സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് സുകുമാരൻ നായർ. നേരെ മറിച്ച് ശ്രീ നാരായണ പണിക്കരുള്ളപ്പോൾ അങ്ങനെയല്ല, അതായത് വളരെ പക്വതയുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ രണ്ടുപേരും ഏതാണ്ട് സമാനമായ രീതിയിലാണ് പ്രതികരണങ്ങളും മറ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോയി. സവർണ മാടമ്പി എന്ന് സുകുമാരൻ നായരെ വെള്ളാപ്പള്ളി വിളിച്ചു. സവർണാധിപത്യം കൊണ്ടുവരാനാണ് ശ്രമം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വലിയ അകൽച്ചയിലേക്ക് പോയി, വലിയ പ്രശ്നങ്ങളായി. പിന്നെ ഇവര് കണ്ടാൽ മിണ്ടാത്തതായി. ഈ രണ്ട് സംഘടനകൾ തമ്മിൽ വലിയ അകൽച്ചയിലായി. ഇതൊക്കെ സംഘടനാ നേതാക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങളാണ്, അണികളുടെ കാര്യമല്ല പറയുന്നത്. അണികൾ അന്നും ഇന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയും കൊടുത്തു പോകുന്നവരാണ്, അത് വേറെ കാര്യം. അപ്പൊ അത് കഴിഞ്ഞങ്ങനെ പോയി. അതിനപ്പൊ ഇവരിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇവരുടെ കൂടി യോജിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പഴയതുപോലെ ഇവർ വീണ്ടും ഇത് വന്നിട്ട് രാഷ്ട്രീയം കളിക്കാനാണ് പോകുന്നതെങ്കിൽ ഇത് തുടങ്ങേണ്ടി തന്നെ ഒടുങ്ങും, അധികം വൈകത്തില്ല. അതായത് അവര് നേതാവാണ്, ഇവർക്ക് പിന്തുണ എന്നൊക്കെ ഇവർ പറയാൻ പോയാൽ ഇത് ഈ കൂടിച്ചേരല് ഒരു 3 മാസം ഒരു 6 മാസത്തിനപ്പുറം നിൽക്കത്തില്ല. തമ്മിൽ തല്ലി പിരിഞ്ഞ് 4 കഷ്ണമാകും. നേരെ മറിച്ച് ഇപ്പൊ അങ്ങനെ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഹിന്ദുവിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എങ്കിൽ അത് ഇവരുടെ ഐക്യം വളരെ നാൾ മുൻപോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ സുകുമാരൻ നായരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം, വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം പറയാം, സുകുമാരൻ നായരുടെ രാഷ്ട്രീയം പറയാം. അത് മാറ്റി വെച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സംസ്ഥാനത്ത് ഹിന്ദു അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ മാത്രം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങും എത്തുകയില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ധനുഷ് നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ജൻസികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സമുദായ സംഘടനകൾ പിന്നിൽ ആളുണ്ടെന്ന്. ഇന്ന് SNDP ആയാലും NSS ആയാലും വിളിച്ചു കൂട്ടുന്ന ഒരു മഹാസമ്മേളനത്തിലും റാലിക്കും ഉള്ള അത്ര ആളുകളെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ പറ്റുമോ? പറ്റില്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് 2 ആഴ്ച 3 ആഴ്ചക്ക് മുമ്പ് മന്നം ജയന്തി ആയിരുന്നു പെരുന്നാൾ ചങ്ങനാശ്ശേരിയിൽ. അവിടെ പങ്കെടുത്ത ഒരു ജനങ്ങൾ, ഇല്ലെങ്കിൽ ആ പങ്കെടുക്കുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ സാമുദായിക റാലികൾ, അല്ലെങ്കിൽ ഇവരുടെ ഈ നേതാക്കന്മാർ എത്തുമ്പോൾ ഉള്ള അവരുടെ ജനബാഹുല്യം വെച്ചാൽ അവരുടെ സമുദായങ്ങളാണെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. പുറത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ സമുദായത്തിലും പെടുന്ന അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഒരു പ്രകടനം നടത്തുന്നത്. ഇത് അവരുടെ സ്വന്തം സമുദായങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവർക്ക് നടത്താൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊരു ചെറിയ പ്രസ്ഥാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലും ഒരു യോഗം നടത്തുമ്പോൾ 10 പേരെ തികച്ചില്ലാത്തത് കൊണ്ട് ആലപ്പുഴയിൽ DYFIയുടെ സമ്മേളനം മാറ്റിവെച്ചു. കാലി കസേരയാ. ബംഗാളിയും ബീഹാറിയും ഒന്നും ഇല്ല. അവനെ വോട്ട് ചെയ്യാൻ പോയി. ബീഹാറിയൊക്കെ മറ്റേ ഇലക്ഷൻ ടൈം ആയിരുന്നു. ബീഹാറിൽ വോട്ടിൽ ആളില്ലായിരുന്നു, മാറ്റിവെച്ചു. എത്ര സമ്മേളനങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. അതിന് പക്ഷെ വെള്ളാപ്പള്ളി വരുന്ന യോഗത്തിൽ ഏതെങ്കിലും ആള് പറയുന്നുണ്ടോ?
സുകുമാരൻ നായർ പോകുന്ന യോഗത്തിന് ഏതെങ്കിലും ആള് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? അത് വേറെ ആൾക്കാരല്ലെന്ന, അത് ബീഹാറും ബംഗാളിയും അല്ല ഇത് വരുന്നത്. ഇല്ലെങ്കിൽ മറ്റ് സമുദായത്തിലുള്ള ഈഴവർ വരുന്നില്ല ഇതിൽ, നായന്മാര് മാത്രം വരുന്നൊരു പരിപാടിയാണ്. ഇല്ലെങ്കിൽ മറ്റേത് ഈഴവര് മാത്രം വരുന്നൊരു പരിപാടി. അപ്പൊ അത്രയും അവർക്ക് സംഘടിത ശക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ചാല്, ഇത് വരുമ്പോഴുള്ള പ്രശ്നം, ഇതിനകത്ത് പാര വെക്കാൻ ഒരുപാട് പേരുണ്ടാകും. പ്രത്യേകിച്ച് ഈ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും ക്യാരക്ടർ അറിയുകയാണെങ്കിൽ പാര വെക്കാൻ എളുപ്പവുമാണ്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ചെന്നിട്ട് വെള്ളാപ്പള്ളി എടുത്ത് പറയുന്നു സുകുമാരൻ നായർ നിങ്ങളെ കുറിച്ച് മോശം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ വെള്ളാപ്പള്ളി അപ്പോൾ തന്നെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. പക്ഷെ ഇന്നിപ്പോ സുകുമാരൻ നായർ പറഞ്ഞു അദ്ദേഹം വളരെ പ്രായം കൂടിയ ഒരു സാമുദായിക നേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. എന്നെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി, പ്രായം കൂടുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അങ്ങനെ കണ്ടാൽ മതി എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ അത് നല്ലൊരു ഒരു മനസ്സായിട്ട് ഞാൻ കാണുന്നു. അതിന് ഇവര് രാഷ്ട്രീയം ഇതിൽ കൂട്ടിക്കലർത്തിയാൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഇവരിപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഇത് ഇവരിപ്പോഴേ എഴുതുക ഇത് LDF അനുകൂലമാകും പക്ഷെ ഇന്ന് ആ വാർത്താ സമ്മേളനം, രണ്ടു കൂട്ടരുടെയും വാർത്താ സമ്മേളനം മുഴുവൻ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ടുപേർക്കും ഗുണമായി. LDFനും UDFനും ഗുണമുണ്ട് ഇതിൽ. കാരണം ആകെ ഇവർ അറ്റാക്ക് ചെയ്തത് VD സതീശനെ മാത്രമേ ഉള്ളൂ, സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും. എന്നിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു വെക്കുന്ന ചില പേരുകളുണ്ട്. രമേശ് ചെന്നിത്തല എന്താ മോശമാണോ, KC എന്താ മോശമാണോ എന്ന് ഇവർ പറയുമ്പോൾ കോൺഗ്രസിനെ അല്ല ഇവർ കുറ്റപ്പെടുത്തുന്നത്. ഇവർ ആ VD സതീശൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ തന്നെയാണ് അവർ രാഷ്ട്രീയപരമായി അവർ കുറ്റപ്പെടുന്നത്. ഇതിപ്പോ LDFന് ഗുണം ചെയ്യുമോ അതോ UDF തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും KCയും ഗുണപ്പെടുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയുമോ? ഇല്ല, തെറ്റ് പറയാൻ കഴിയില്ല. ഇനി ഇവിടുത്തെ ഒരു വശമുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ യോജിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പലരും പറയുന്നു ഹിന്ദു ഐക്യപ്പെടാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഹിന്ദുവിന് ഐക്യപ്പെടാതെ കേരളത്തിൽ ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും നായരും ഈഴവും പുലയനും പറയനും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഹിന്ദു ഇന്നും നിന്ന് കഴിഞ്ഞാൽ ഇനി ഹിന്ദു എന്ന് പറയാം. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ഹിന്ദു കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും അത് വരാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. അനവധി വിഷയങ്ങൾ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പൊ നായരുടേതായ പ്രശ്നങ്ങൾ അല്ല ഈഴവരുടെ പ്രശ്നങ്ങൾ, ഈഴവരുടെ പ്രശ്നങ്ങളല്ല നായരുടെ പ്രശ്നം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതായത് ഈ ഹിന്ദുക്കളെ അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പിണറായി സർക്കാർ വന്നപ്പോൾ മുതലേ ഇവരൊക്കെ സൈഡായി തുടങ്ങി, ഈ സമുദായ നേതാക്കളല്ല. പക്ഷെ അവിടെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടുന്നവരും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും വളരെ സംഘടിതമായി നിന്നുകൊണ്ട് അവരുടെ ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്, അതിന് സുകുമാരൻ നായർ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. VD സതീശൻ പറഞ്ഞത് എനിക്ക് ഒരു മത നേതാവിന്റെ തിണ്ണനിറങ്ങിയിട്ട് എനിക്ക് വോട്ട് വേണ്ട, ഞാൻ തോറ്റാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ്? എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം പിന്നെ സഭയുടെ സിനഡ് യോഗത്തിന് അവരുടെ തിണ്ണെ പോയി കിടന്നിറങ്ങിയെന്ന്? അത് രണ്ടും കൂടെ നടക്കരുത്. അപ്പം നമ്മള് ഇവർക്ക് സംഘടിത ശക്തി ഉണ്ടോ എന്ന് വെച്ചാൽ ഇവരുടെ വോട്ടിന്റെ ശതമാനവും ഇവർക്ക് എന്ത് പവർ ഉണ്ടെന്നുള്ളത് ഞാൻ മുൻപ് ഒരു ചർച്ചയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞതാണ്. അപ്പം ഇത് ഇവർക്ക് വന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു ഹൈന്ദവ സംഘടനകളിലും ഇവരുടെ ഐക്യത്തിനകത്ത് ഇടപെടേണ്ട കാര്യവുമില്ല, അഭിപ്രായം പറയേണ്ട കാര്യം. നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോവുക. അത് വിശ്വഹിന്ദു പരിഷത്തായാലും ഹിന്ദുവായ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളുടെ കർമ്മപഥത്തിലൂടെ നിങ്ങൾ മുൻപോട്ട് നീങ്ങുക. ഇത് ഇവരുടെ ഒരു കർമ്മപഥത്തിന് അവരുടെ വഴിക്ക് വിട്ടേക്കുക. BJP ആയാലും അത് BJPയുടെ പണി നോക്കുക, കോൺഗ്രസിന്റെ പണി നോക്കുക, കമ്മ്യൂണിസ്റ്റ്. ഇവിടെ മാധ്യമങ്ങളൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഇവർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണ അവർക്ക് കഴിഞ്ഞ R ശങ്കറിന്റെ കാലത്ത് R ശങ്കറിന്റെ മന്നത്തിന്റെയും കാലത്ത്, അതുപോലെ നാരായണപ്പണിക്കർ വെള്ളാപ്പള്ളി കാലത്ത്, ഇതിനു മുമ്പ് സുകുമാരൻ നായർ വെള്ളാപ്പള്ളി കാലത്ത് നിന്നൊക്കെ അനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ടാണ് ഇത്തവണ അവർ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്തുകൊണ്ട്. കാരണം രണ്ടുപേരും രണ്ട് നേതാക്കളാണ്, രണ്ട് നിലപാടുകൾ പല കാര്യത്തിലും ഉണ്ടാകും. ആ നിലപാടുകൾ അങ്ങനെ തന്നെ പോകട്ടെ. ഇപ്പൊ വെള്ളാപ്പള്ളി പറയുന്നു പിണറായിക്ക് ജയ്, പിന്നെ സുകുമാരൻ നായർ പറയുന്ന ചിഹ്നത്തിലാക്കി ജയ്, അത് അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷെ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ, അതായത് ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങൾ, ഹിന്ദുക്കളുടെ ഈ വേദപാഠശാലകൾ കണക്കുള്ള വിഷയങ്ങൾ, കാരണം എനിക്ക് തോന്നുന്നു സംവരണ വിഷയത്തിൽ ഇനി വലിയ ഏറ്റുമുട്ടൽ ഇവർ തമ്മിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ NSS വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്ന് സാമ്പത്തിക സംവരണമായിരുന്നു. ഈ ഇടത് സർക്കാർ, കഴിഞ്ഞ ഇടത് സർക്കാരാണെന്ന് അഥവാ ആദ്യത്തെ ഇടത് സർക്കാർ വന്നപ്പോൾ ഈ 10% സാമ്പത്തിക സംവരണം ഈ സ്കോളർഷിപ്പിലും വിദ്യാഭ്യാസത്തിലൊക്കെ അനുവദിച്ചതോടുകൂടി അവർ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഇനിയിപ്പോ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തന്നെ ആവും ഭാവിയിൽ ഒരു സംവരണം എല്ലായിടത്തും എത്തുക എന്നൊരു സൂചന നൽകുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, സംവരണ വിഷയത്തിൽ ഇപ്പൊ അവർക്ക് തമ്മിൽ വലിയ തർക്കങ്ങളൊന്നും തന്നെ ഇപ്പൊ നിലവിലില്ല.
പിന്നുള്ള ഈഗോ ക്ലാഷുകളുടെ ഒരു സാധ്യത ഇല്ലെന്നാണ് എനിക്ക് ഇന്നലെ ഇന്നുമായി സുകുമാരൻ നായരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി കാറ് കണ്ടതിന് ശേഷം മാത്രമാണ് കേരളത്തിൽ എല്ലാവരും കാറ് കണ്ടത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ മകൾ ഇംബാല എന്ന് പറയുന്ന ഒരു കാറിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ്. അന്നൊരു ഇംബാല എന്ന് പറഞ്ഞിട്ടൊരു കാറുണ്ട് ഇതുള്ളത്. ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു 1980 വർഷങ്ങൾക്ക് മുമ്പ് കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്നൊരു ഫോറിൻ കാറാണ് എന്റെ പെങ്ങക്ക് ശ്രീധരൻ കൊടുത്തതെന്ന് പറഞ്ഞു. അതായത് 80 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കാറ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ കാറിലാണ് നടന്നത്. എനിക്ക് തോന്നുന്നു വി ഡി സതീശന് 80 വയസ്സില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് 10-60 വയസ്സേ. അതായത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ അവഹേളിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. പിണറായിക്കും കാറുണ്ടാകുന്നതിന് മുമ്പ് പുള്ളിക്ക് കാറുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ നേതാക്കൾക്കും കാറുണ്ടാകുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളിക്കുണ്ട്. കാരണം ഞാൻ ആലപ്പുഴക്കാരൻ, എനിക്ക് നന്നായി അറിയാം വെള്ളാപ്പള്ളിയുടെ കുടുംബം. രാപ്പയുപ്പ് കുടുംബമോ അല്ലെങ്കിൽ അയാള് ഇപ്പൊ ഉണ്ടാക്കിയതൊന്നും അല്ല. അദ്ദേഹത്തിന് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു കുടുംബ സ്വത്തും മഹിമയൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. ഈ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സഭകൾ കൃത്യമായി നിന്നുകൊണ്ട് വിലപേശിക്കൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രമായി ഒരു ഭാഗത്ത് നിൽക്കുന്നു, മുസ്ലിം സംഘടനകൾ മുസ്ലിമിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ആരുണ്ട് ധനുഷേ? ഈ ഹിന്ദുവിന്റെ വിഷയം അഡ്രസ് ചെയ്യാൻ ആരുണ്ട്? ഇപ്പൊ നമ്മൾ പറയാം RSS ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ടെന്ന് പറയും. അവരിപ്പോ നാളെ ഒരു ഹിന്ദുവിന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ആദ്യം പറയാൻ എന്തായിരിക്കും? ഇലക്ഷൻ എടുത്ത് BJPക്ക് വോട്ട് പിടിക്കാനുള്ള പണിയാ അല്ലേ? നേരെ മറിച്ച് NSSന്റെ സുകുമാരൻ നായർ ആ വിഷയം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ NSS എന്ന് പറയുന്ന സമുദായങ്ങൾക്ക് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവും, നായന്മാർക്ക് അത് മനസ്സിലാവും. കാരണം വോട്ട് പിടിക്കാനല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവും. അങ്ങനെ അവർ പറയട്ടെ. എല്ലാ വർഷത്തു നിന്നും ഈ ഹിന്ദുക്കളെ ഏകീകരിക്കുവാനും ഇല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ ഏകീകരിക്കുക എന്ന് വെച്ചാൽ ഈ 10 വോട്ട് പിടിക്കുക എന്നുള്ളതല്ല. ഇവിടെ BJP വരുവോ JDU വരുവോ ഇല്ലെങ്കിൽ അപ്പനാ ദള്ളു വന്നോട്ടോ, നമുക്ക് വിരോധമില്ല. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും പറയാം, അരക്ഷിതാവസ്ഥയിലാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ഇപ്പോഴും. അവരുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടാനായിട്ട്. ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അത് ഒരു രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താണ് പറയുന്നത്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഹിന്ദുവിന്റെ വിഷയങ്ങളുണ്ട്, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഹിന്ദുവിന്റെ വിഷയങ്ങളുണ്ട്. ഈ വേദം പഠിക്കാനുള്ള വേദപാഠശാലകളൊക്കെ ഈ കേരളത്തിൽ ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ. എന്തായി അതിന്റെ പ്രവർത്തനം? കുറഞ്ഞ പക്ഷം ഭഗവാനിട്ട ആ ആഭരണമെങ്കിലും കളവ് പോകാതെ നോക്കണ്ടേ? ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അവന്റെ ക്ഷേത്രമായാലും സംസ്കാരമായാലും ഒക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ പക്ഷെ ഒരു നിയമപരിരക്ഷയെങ്കിലും അവന് വേണ്ടേ? ഇതിപ്പം BJPക്കാർ ചോദിക്കും, അത് രാഷ്ട്രീയം, അത് വിടുക, അതായത് അവരുടെ കാര്യം. RSS അതിന്റെ ജോലി അവർക്ക് വിടുക. എല്ലാവരും അവരവരുടെ പണി ചെയ്യട്ടെ, ഒന്നിക്കുക എന്ന് പറഞ്ഞാല് ഒരു സംഘടിത ശക്തിയായിട്ട് നിന്ന് ഹിന്ദുവിന്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇത് വളരെ കാലം മുൻപോട്ട് പോകാൻ കഴിയും. ഇതൊരു വലിയ പ്രഷർ ഗ്രൂപ്പായി കേരളത്തിൽ മാറും. ഇത് ഇടതിനും വലതിനും BJPക്ക് ഒന്നും എതിരാകാത്ത രീതിയിൽ ഇത് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഴയതുപോലെ മാധ്യമങ്ങൾ പലതും പറഞ്ഞോട്ടെ, പക്ഷെ നേതാക്കന്മാരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരും ആ കെണിയിൽ വീഴാതിരിക്കട്ടെ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വെവ്വേറെ പറയുക. അത് NSS രാഷ്ട്രീയപരമായിട്ട് എന്താണ് അഭിപ്രായം അത് NSS പ്രകടിപ്പിക്കുക, SNDP കാര്യം പ്രകടിപ്പിക്കുക. പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ആ വിഷയങ്ങൾ ഇവര് ചേർന്ന് അവതരിപ്പിക്കട്ടെ. ഇവരെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ വരട്ടെ. ഇതിൽ രാഷ്ട്രീയം കലർത്താതിരുന്നാൽ, രാഷ്ട്രീയക്കാരെ അടുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് മുൻപോട്ട് പോകും. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ധനുഷ. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം ഒന്നിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ ഇനി ഈ കേരളം പോലെ ഒരു സ്ഥലത്ത് ഹിന്ദുവിന് ഇനി അധികം മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്നിപ്പോ സംഭവിച്ചില്ലെങ്കിലും നാളെ ഈ പറയുന്ന കേരളത്തിലെ സകലമാന ഹിന്ദുക്കളും ധനുഷ് നോക്കിക്കോ, അന്ന് ഞാനുണ്ടാകുമോ ഇല്ലെങ്കിൽ ഇതിനകത്ത് പ്രേക്ഷകർ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ കേരളത്തിൽ ഒരു വലിയ ഹിന്ദു നവോത്ഥാനം ഉണ്ടാകും എന്ന് കരുതി BJP കേരള മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറയുന്നില്ല. അത് വേറെ കാര്യം. അത് BJPയുടെ കാര്യം, അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഹിന്ദു ഏകീകരണം കേരളത്തിൽ ഉണ്ടാകും. ഇത് തന്നെയായിരുന്നു വടക്കേ ഇന്ത്യയിലും. ഇതിനേക്കാൾ വലിയ രൂക്ഷമായ ജാതീയതയായിരുന്നു ബീഹാറിലും UPയിലും അടക്കം. ഇന്ന് ആ ജാതീയത മാറി ഹിന്ദു എന്നൊരു വികാരത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്, അതല്ലാതെ രാഷ്ട്രീയമല്ല. ഇപ്പോ BJPക്കാർ എന്തെങ്കിലും പറയുന്ന കേട്ട് നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. അത് നമുക്ക് ചില നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമുണ്ട് അല്ലേ? എനിക്ക് ഈ മലയുടെ മുകളിൽ കയറണമെങ്കിൽ ധനുഷിന്റെ കൈ പിടിച്ചേ മതിയാകൂ എന്നൊരു ഘട്ടം വന്നാൽ എനിക്ക് ധനുഷിന്റെ കൈ പിടിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ധനുഷിന് അതിന് മുകളിൽ നിൽക്കുന്ന ഒരാളുടെ കൈ പിടിക്കണ്ടേ? അങ്ങനെ കൈകൾ കോർത്തു പിടിക്കുമ്പോഴല്ലേ ഐക്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഐക്യം ഉണ്ടാകണം നമുക്കൊരു മല വേണ്ടേ, ഒരു സാഹചര്യം വേണ്ടേ? സാഹചര്യമില്ലാതെ പറ്റൂ. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ഹിന്ദു ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒന്നിക്കില്ല. ഞാൻ അതിന് ലളിതമായി പണ്ട് പറഞ്ഞായിരുന്നു, ഈ അടി പല വഴിക്ക് കിട്ടുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ കൂടിച്ചേരും. അവിടെ നമുക്ക് ഐക്യമുണ്ടാകും.
ആ ഒരു കാലഘട്ടം വരട്ടെ എന്ന് ഞാൻ സിമ്പിൾ പറഞ്ഞു. പല വഴിക്കൊന്നും അത് ഇങ്ങനെ മൂർച്ഛിച്ച് വരും. മൂർച്ഛിച്ച് വരുംതോറും ഇപ്പൊ SNDPയും പിന്നെ NSSും കൂടെ അല്ലേ ഇപ്പൊ ഇങ്ങനെ ചിന്ത വന്ന് ഇതിലൊക്കെ പുലയ മഹാസഭ വരും, പറയ മഹാസഭ വരും, പിന്നെ യോഗക്ഷേമ സഭ വരും, അങ്ങനെ പല സഭകളും വരും. ദൈവത്തോർത്ത് ഇതിന് കെട്ടുറപ്പുള്ള ഒരു സംഘടന, അതൊരു ഹിന്ദുവിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു സംഘടന ഇവിടെ അനിവാര്യം തന്നെയാണ്. അത് എല്ലാവരും വേണം, പല വഴിക്കൊന്നും ശബ്ദിക്കണം, എന്നാൽ മാത്രമേ പറ്റൂ. കാരണം ഹിന്ദു ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു സംവിധാനമല്ല എന്നത് കൊണ്ടാണത്. ഏതായാലും ഇതിനെ ഞാൻ രാഷ്ട്രീയമായി കാണുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നിലനിൽപ്പിനായിട്ടുള്ള അവസാന നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് പല വഴിക്ക് അടി വരുമ്പോ കുറഞ്ഞ പക്ഷം അത് തടുക്കാനുള്ള പരിചയമെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോഴും ഇവർ തന്നിപ്പോയാലും പേടിക്കേണ്ട, ആരും ടെൻഷൻ അടിക്കേണ്ട. ഭാവിയിൽ ഇവർ ഒന്നിച്ചു കൂടുക തന്നെ ചെയ്യും. ഇവര് മാത്രമല്ല, എല്ലാവരും. കാരണം വരാൻ പോകുന്ന അടി അതിനും മാത്രം ശക്തിയുള്ളതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.